മച്ചന്മാരെ നൂബ് ജീനി എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാനൊരു നൂബാണ്, പക്ക നൂബാണ്. വാ നമുക്ക് കണ്ടു നോക്കാം എൻ്റെ കളി. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഡിവിഷൻ നമുക്കിപ്പോൾ ഡിവിഷൻ ഒന്നാണ് എത്തേണ്ടത്. അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളും എൻ്റെ ഒപ്പം വരേണ്ടതാണ്. അപ്പോൾ ഞാൻ സ്കിപ്പ് അടിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടണത്. ഞാൻ അന്നൊരു വീഡിയോ ഇട്ട് നോക്കി, അപ്പോൾ കോപ്പി റൈറ്റ് കണ്ടു. അപ്പോൾ ഞാൻ ഡിലീറ്റാക്കി വീണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ടിടുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു എതിർ ടീം വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ആണെന്നാ, പിന്നെ അവിടെ മേലെ കണ്ടു. അപ്പോൾ അത് അല്ലട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കളിക്ക് കയറാം. കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളാണ് ടച്ച് ഇറക്കുന്നത്. അയ്യോ, നമ്മളറിയാണ്ട് കൈ തട്ടി വേറെ പോയി. നമുക്ക് തന്നെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെസ്സി കിട്ടിയിട്ടുണ്ട്. മെസ്സി അറ്റാക്ക് നോക്കി, പക്ഷെ പറ്റില്ല ഗൈസ്. അപ്പോൾ അവരുടെ പ്ലേയേഴ്സ് നല്ല കളി കളിക്കുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ വലിയ സ്കോഡൊന്നും അല്ല, എന്നാലും അവരുടെ കളി ഉണ്ടോ നമുക്ക് കാണാൻ നോക്കാം. കുഴപ്പമില്ലാണ്ട് കളിക്കാണ്ടാവുമായിരിക്കും. ഞാനൊരു രൂപമാണ് ഞാൻ പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അവനക്കൊരു ഇത് കിട്ടി, അവനക്ക് ബെയിലൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഹാഫിനെ നോക്കാം. ഓ ഗൈസ് ഡബിൾ ടച്ച് ചെയ്തിട്ട് ഷോട്ട് ചെയ്തിരുന്നു ഗൈസ്. അവൻ പെടന്നെ തോന്നുന്നുണ്ട് ഗൈസ്. അക്കൗണ്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഓ ഗൈസ് ഒരു ഗോൾ കൊണ്ട് ഗൈസ്. എന്തായാലും റിവെഞ്ച് കിട്ടണം. അയ്യോ ഗൈസ് ഒരു സെലിബ്രേഷൻ കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും റിവെഞ്ച് കിട്ടണം. നമുക്ക് എന്തായാലും റിവെഞ്ച് കിട്ടിയേ പറ്റുള്ളൂ. കമ്പയൊക്കെ അടിച്ചിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ടച്ച് ആക്കിയിട്ടുണ്ട് ഗൈസ്. റൈറ്റ് കാർഡിന് കൊടുത്തിട്ടുണ്ട്. ഹസാഡ്, അവൻ്റെ പേര് ഇട്ടോടോ അങ്ങനെ പറ്റട്ടോ ഗൈസ്. നമ്മൾ കുറേ നോക്കുന്നുണ്ട്, അറ്റാക്കിന് നോക്കുന്നുണ്ട്, കിട്ടണില്ല. അവൻ്റെ പ്ലേസ് പക്കയായിട്ട് നിൽക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല പിടിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഫുട്ബോൾ ജേണിയാണ് ഈ. ഇപ്പോൾ ഗൈസ് ഇവന് എന്താ പറയുക, ഡബിൾ ടച്ച് ഒന്നുമില്ല. ഞാൻ ഡബിൾ ടച്ച് ഇടാൻ നോക്കിയപ്പോൾ പറ്റണമില്ല. വേറെ ഇതൊരു സ്കില്ലാണ് ഗൈസ്. അതിൻ്റെ പേരറിയുന്നത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് ഈ ജേണി ഒന്ന് മുഴുവനാക്കാൻ സാധിക്കില്ല. ഈ ഓരോരോ സീസൺ ഓരോരോ ജേണി ഉണ്ടാവുക ഗൈസ്. ഇപ്പോൾ ഈ ജേണി പാർട്ട് 1 ആണ് കേട്ടോ ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയും ഡിവിഷൻ 1 എത്തണം. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. ഒപ്പം കളിക്കാനൊന്നും പറ്റില്ല എന്നാലും. അപ്പോൾ ഗൈസ് അവൻ നമ്മളങ്ങനെ വെറുതെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ് അവൻ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ഓൺ ടാർഗറ്റ് അല്ല, അത് ഭാഗ്യമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കൊരു ത്രൂ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെയും നമുക്ക് ഗോൾ അടിക്കാൻ നോക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെറുതായിട്ട് ലേഗിന് പ്രശ്നമുണ്ട്. ചെറിയ ഫോണാണ്, നമുക്കത് പിന്നെ മാറ്റണം. പിന്നെ വോയിസിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. ചെറിയ പ്രശ്നങ്ങൾ ഫോണിനുണ്ടാവും, ഹെഡ്സെറ്റിനുണ്ടാവും ഗൈസ്. പിന്നെ ഗൈസ് നമ്മളത് കറവൊക്കെ പറ്റിയില്ല ഗൈസ്. അർണോൾഡ് നെയ്മർ വെച്ച് അവൻ നല്ല കളി കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ 1-0 തോറ്റിരിക്കുകയാണ്, ഒരു ഗോളിന് തോറ്റിരിക്കുകയാണ് ഗൈസ്. ഞാൻ തൂക്കിയേറ് കളിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, പക്ഷെ തൂക്കിയേറിട്ട് പോകണില്ല ഗൈസ്. ഹസാഡല്ല, സോറി ഗൈസ്. നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ എന്തായാലും റിവെഞ്ച് കിട്ടി. റിവെഞ്ച് അല്ല, നമ്മളെന്തായാലും തിരിച്ചൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ സെലിബ്രേഷനൊന്നും ഇടുന്നില്ല. ആ സെലിബ്രേഷനെ കുറിച്ച് നമ്മൾ ആ ചെറ്റത്തരം കാട്ടാൻ പാടില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ആ ചെറ്റത്തരം കാണിച്ചിട്ടില്ല. നമ്മൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-1 നിൽക്കുന്നത്. ഇനി നമുക്കൊരു ഗോൾ കൂടി അടിച്ചിട്ട് ലീഡിൽ നിൽക്കണം ഗൈസ്. അവൻ്റെ ബെയിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും വട്ടം കറക്കി നിൽക്കുകയാണ്. എനിക്ക് പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലിറ്റ്സ് ആണോ എന്നൊരു സംശയമുണ്ട്. മറ്റേ 101 ഗൈസ്. വീണ്ടും ഒരു ഗോൾ അടിച്ചു ഗൈസ്. ഓ നോ ഗൈസ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്. അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അവൻ സെലിബ്രേറ്റ് ഇടുന്നുണ്ട്. എന്തായാലും അടുത്തത് നമ്മൾ ഗോൾ അടിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സെലിബ്രേഷൻ ഇടണം ഗൈസ്. അത് അങ്ങനെ വിട്ടായിട്ടില്ല. നമ്മൾ വെറുതെ ഗോൾ അടിക്കാണ്ട് ഇരുന്നിട്ട് സെലിബ്രേഷൻ ഇടാണ്ടിരിക്കുമ്പോൾ അവൻ ഗോൾ അടിച്ച് സെലിബ്രേഷൻ ഇടുന്നു ഗൈസ്. നമ്മൾ തൂക്കിയേറ് നോക്കുന്നുണ്ട്. സാധിക്കുമെങ്കിൽ നമ്മൾ എന്തായാലും ഗോൾ അടിക്കണമെന്ന് ഗൈസ്. ചെറിയൊരു ലേഖന പ്രശ്നമുണ്ട്, ക്ഷമിക്കണം കേട്ടോ ഗൈസ്.
ഗൈസ് ഇപ്പോൾ ഒരു ത്രോ പോയിട്ടുണ്ട്. നമുക്ക് ഈ ത്രോ നമുക്കൊരു കച്ചിത്തുരുമ്പായിട്ട് കൂട്ടണം. അപ്പോൾ നമ്മൾ ഹാഫ് പോലും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ 2-1 തോറ്റിട്ടാണ് നിൽക്കുന്നത്. ഗായ്സ് ത്രൂ ആണ് എറിഞ്ഞത്, അത് പ്രശ്നമായി. ഇനി എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാല്ല ഗായ്സ്. അവിടെ നോക്കിയിരിക്കുക ഗായ്സ്. എറണാകുളം എടുത്തിട്ടുണ്ട് ഗൈസ്. മെസ്സി കൊടുത്തിട്ടുണ്ട്. മെസ്സി അവൻ്റെ മുന്നിൽ നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഗായ്സ്. ഗൈസ് ഒരു ത്രൂ നമുക്ക് നോക്കി വെക്കാം. വളച്ച് ഒരു ത്രൂ നോക്കാം. അല്ല വേണ്ട, ഒന്നും പറ്റിയില്ല. ഡബിൾ ടച്ച് ചെയ്ത് ത്രൂ നോക്കിയതാണ്. ഡബിൾ ടച്ചും വന്നില്ല, ത്രൂവും പറ്റിയില്ല. കിഴയാണ് ഗായ്സ്, മുഴുവൻ കിഴയാണ്. ആർക്കാരും 1v1 കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഹാഫായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവൻ്റെ സ്കോഡൊന്ന് നോക്കി നോക്കാം. അവൻ്റെ കളി കണ്ടിട്ട് എന്താ അങ്ങനെ സ്കോഡിന് ഇത് കുറവ് നോക്കി നോക്കണം. നമുക്കൊന്ന് നോക്കി നോക്കട്ടെ ഗായ്സ്. അവൻ്റെ സ്കോഡൊക്കെ നല്ല സ്കോഡൊക്കെ തന്നെയാണ്. പക്ഷെ അവന് ആവശ്യമുള്ളവരെ മാത്രം കൂട്ടിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. മുഴുവൻ പ്ലേസിനും കൂട്ടിയിട്ടില്ല. അപ്പോൾ ഗായ്സ് ഹാഫിന് ശേഷം നമുക്ക് കാണാം. ഹാഫിന് ശേഷം അവന് ടച്ച് ഇറക്കിയിട്ട് 2 ടച്ച് ഇറക്കുമ്പോൾ എൻ്റെ കാലമൊക്കെ ടച്ച് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇക്ക് എങ്ങനെയായാലും ഒരു ഡബിൾ ടച്ച് ചെയ്തിട്ടൊരു ഗോൾ അടിക്കണം. അത് എന്തായാലും നമുക്ക് ചെയ്യണം. നല്ല സ്ലൈഡ് ടേക്കിൾ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ബോൾ വാങ്ങുന്നുണ്ട്. അവൻ നെയ്മറായിട്ടൊക്കെ നല്ല പോക്കുമുണ്ട് ഗൈസ്. പെടായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോഴും ന്യൂബാണ്, എങ്ങനെയും കളിച്ച് പഠിക്കണമെന്ന് ഇപ്പോഴും ഉണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയും എന്താ വൺ ടച്ച് സോറി കേട്ടോ, തെറ്റിപ്പോയതാണ് ഗൈസ്. നമുക്ക് ഡബിൾ ടച്ച് ചെയ്തിട്ട് ഗോൾ അടിക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഷോട്ട് ചെയ്തതാണ് ഡബിൾ ടച്ച് ചെയ്തിട്ട്. പക്ഷെ ഗോളായിട്ടില്ലെങ്കിലും അത് കണ്ടപ്പോൾ ഒരു ഇത് തോന്നി ഗൈസ്. നമുക്ക് എൻ്റെ അടുത്ത് ആകെ ഹസാർഡേ ഉള്ളൂ ഡബിൾ ടച്ച്. പിന്നെ മെസ്സി ഉണ്ട്. ഹസാർഡിനെ കൊണ്ട് ഞാൻ മുമ്പ് കയറുന്നത്. അപ്പം പിന്നെയും സിമ്പിളായിട്ട് ചെയ്യാം ഗൈസ്. അതുകൊണ്ട് ഹസാർഡിനെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഹസാർഡിനെ എപ്പോഴും കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ 1v1 കളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്. വലിയ പ്ലെയറൊന്നുമല്ല, എന്നാലും കളിക്കാൻ ആവശ്യത്തിനൊക്കെ അറിയാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളൊരു പെട്ട സ്ലൈഡ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ബോൾ കോർണർക്ക് ആക്കിയിട്ടുണ്ട്. ഈ കോർണർ ഗോളാവാണ്ട് നമുക്ക് എങ്ങനെയും നോക്കണം. അപ്പോൾ ഗൈസ് നിങ്ങളെ കൂട്ടുകാരൻ കൊണ്ടോ എല്ലാവരും കൊണ്ട് ഷെയർ ചെയ്തിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എൻ്റെ ചെറിയൊരു ചാനലാണ്, ഞാൻ പുതിയതായി തുടങ്ങിയതാണ് ഗൈസ്. എങ്ങനെയും സപ്പോർട്ട് ചെയ്യണം, മറക്കണ്ട ഗൈസ്. നമുക്ക് ഇനി അവൻ ഗോൾ അടിക്കുമ്പോൾ ഒന്ന് നോക്കാം. ഗൈസ് അവൻ കർവ് നോക്കിയിട്ടുണ്ട് ഗൈസ്. കേളൊന്നും നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ ഒന്നുമല്ല. നമ്മുടെയൊക്കെ ഡേവിഡ് റോയൊക്കെ ആരാണ് അവൻ്റെ വിചാരം അത് അവൻ്റെ ഇക്കർ കസില്ലസാണ് ഗൈസ്. ഈ കസില്ലസിനെ അതൊന്നും പറഞ്ഞിട്ട് കമൻറ്റിലൊന്നും പറയണ്ട. കമൻറ്റിൽ പറയാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ഗൈസ്. ഒന്ന് സ്കിപ്പ് അടിക്കൊണ്ട് കാണണം ഗൈസ്. ഒരാഗ്രഹമായിട്ട് കൂട്ടിയാൽ മാത്രം മതി ഒരു പൊട്ടൻ്റെ. അപ്പോൾ ഗൈസ് നമുക്ക് ഹസാർഡിനെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടി നമ്മൾ ഒരാളെ ഡബിൾ ടച്ച് ചെയ്ത് മടക്കിയതായിരുന്നു. ഇനി അടുത്ത ആളെ മടക്കിയിട്ട് ഗോൾ അടിക്കാൻ നിൽക്കുമ്പോൾ സാധിച്ചില്ല ഗൈസ്. നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ് മെസ്സിനെ കൊണ്ട്. ഗൈസ് ഫേക്ക് ഷോട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ബോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഹസാർഡാണ്. ഹസാർഡ് തന്നെയല്ലേ, കറക്റ്റായി കണ്ടില്ല ഞാൻ ഗൈസ്. റൊണാൾഡോ ഗൈസ്. ഗോളായെന്ന് പ്രതീക്ഷിച്ചു ഗൈസ്. ഗോളായില്ലേ ഗൈസ്. നമുക്ക് അവനൊന്ന് ഫേക്ക് ഇട്ട് നോക്കിയാലോ ഗൈസ്. നമുക്ക് അവൻ 2 പേരെ വിളിച്ചു വരുത്തിയിട്ട് മേലേക്ക് അടിച്ചു വിടാം ഗൈസ്. ഗോളായാൽ മതിയിരുന്നു ഗൈസ്. ഗൈസ് ഗോളായില്ലേ ഗൈസ്. അവൻ ക്ലിയർ ചെയ്ത് വിട്ടുമല്ലോ. അവൻ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നേലും ഗോൾ അടിക്കാൻ നോക്കണം. വേണ്ടേക്ക് ടു റൈക്കാർട്ട് ഹസാർഡാണ്. നമുക്കൊന്ന് മടക്കി വെക്കാം ഗൈസ്. മടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡബിൾ ടച്ച് ചെയ്തിട്ട് ഗൈസ് ഗോളായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും കമൻറ്റിൽ തീപ്പൊരി ഹസാർഡിന് തീ ഇട്ടിട്ട് ഹസാർഡിന് ഇടണം ഗൈസ്. എല്ലാവരും ഒന്ന് ഹസാർഡിനെ സ്പേം ചെയ്തിടണം ഗൈസ്. ഹസാർഡ് ഒരു പെട്ട ഷോട്ടായിരുന്നു ഗൈസ്. നമുക്ക് എങ്ങനെയാലും 81 മിനിറ്റ് ആയിട്ടുണ്ട്. അവൻ എങ്ങനെയും പിടിച്ച് നിർത്തണം. 2-2 ഇപ്പോൾ ഗൈസ്. നമുക്ക് എങ്ങനെയാലും ഗോൾ കൊള്ളാനും പാടില്ല. ഗോൾ അടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഗോൾ കൊള്ളാൻ പാടില്ല ഗൈസ്. വോയിസിന് വല്ല പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഗൈസ് ഭാഗ്യമുണ്ട് ഗൈസ്, ഗോളായില്ല കേട്ടോ. വോയിസിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഞങ്ങളുടെ അടുത്ത് നല്ല ഹെഡ്സെറ്റ് ഇല്ല, അതുകൊണ്ട് ചിലപ്പോൾ വോയിസിന് വല്ല പ്രശ്നം വന്നേക്കാം ഗൈസ്. നമുക്ക് എങ്ങനെയും ഒരു ഗോൾ അടിക്കണം ഗൈസ്. ഈ വീഡിയോ ഇപ്പോൾ തീരുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ടൈം എത്ര 85 മിനിറ്റ്. അപ്പോൾ ഞാൻ ഓട്ടോ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇട്ടിക്കണം, അതുകൊണ്ടാണ് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ മാറുന്നത് ഗൈസ്. നമുക്ക് എങ്ങനെയും ഗോൾ അടിക്കണം ഗൈസ്. ഹസാർഡിന് കൊടുത്തിട്ട് ഗൈസ് അത് കിട്ടിയില്ല ഗൈസ്. അത് കിട്ടി എങ്ങനെയാലും നമുക്ക് ബാക്കിൽ നിന്ന് ഗോൾ ഇട്ടിക്കാമായിരുന്നു ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഞാനൊരു പുതിയ
യൂട്യൂബറാണ് ഗൈസ്. ഞാൻ മല്ലൂപ്പസ് മാസ്റ്ററിന് ഇൻസ്പിറേഷനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. എന്താവണാവോ ആലോചിക്കുമ്പോൾ തന്നെ വയ്യ. നമ്മുടെ ഈ ഫുട്ബോൾ ജേണി എന്തായാലും ഡിവിഷൻ 1 എങ്ങനെയും എത്തണം. അത് എത്താൻ പറ്റുമെങ്കിൽ എന്തായാലും നമ്മൾ എത്തിയിരിക്കും. ഞാൻ ഒന്നാമതിപ്പോൾ 10ാം ക്ലാസ്സാണ് കേട്ടോ ഗൈസ്, 10ലാണ്. എനിക്ക് പഠിക്കാൻ ടൈമൊക്കെ വേണം. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് വീഡിയോ ഇടുള്ളൂ. എങ്ങനെയും ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. ഗായ്സ് സ്കില്ലിടാൻ നോക്കി ഗായ്സ്, പറ്റിയില്ല ഗായ്സ്. ഗായ്സ് അപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞോട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇടക്കിടക്ക് സൗണ്ട് ഞാൻ ആദ്യമായിട്ടുള്ളൊരു പ്രശ്നം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പ്ലേയേഴ്സൊക്കെ എങ്ങനെ കളിച്ച് നോക്കി നോക്കാം. നമ്മൾ എല്ലാറ്റിങ്ങളും വലിയ സ്റ്റാറൊന്നുമില്ല. റൊണാൾഡോ 7.5 ഇട്ടു ഗൈസ്. അവൻ്റെ പ്ലേയേഴ്സിൽ ആരാണാവോ ഫസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ ഗൈസ്.